എന്താണ് വാട്സപ്പിൻ്റെ CRM സോഫ്റ്റ്വെയർ? ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇന്ന് ഒട്ടുമിക്ക ബിസിനസ് സ്ഥാപനങ്ങളും പ്രധാനമായും അവരുടെ സെയിൽ നടക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പരസ്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ആ കസ്റ്റമേഴ്സിനെയൊക്കെ നമ്മൾ കൃത്യമായി മാനേജ് ചെയ്യുന്നത് വാട്സപ്പ് ത്രൂ ആണ്. എങ്കിൽ നമുക്ക് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും കൃത്യമായി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ലീഡ്സുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? പല കസ്റ്റമേഴ്സിനെയും പല സമയങ്ങളിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് ആ കസ്റ്റമറെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ അതിനൊക്കെയുള്ളൊരു പരിഹാരം എന്ന നിലക്കാണ് നമ്മളൊരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഇത് ഗൂഗിൾ ക്രോമിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. എല്ലാ ഫീച്ചേഴ്സുകളും ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തരുന്നുള്ളൂ. ബാക്കി അതിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ വിശദമായിട്ട് തന്നെ സെപ്പറേറ്റ് വീഡിയോകളായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. നോർമലി നമ്മളൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾക്ക് ഈ സ്ക്രീന് കാണുന്നുണ്ടാവുക. ഇവിടെ മുകളിലായിട്ട് കുറച്ച് ടാബുകളുണ്ട്. ഈ ടാബുകൾ നമുക്ക് വാട്സപ്പിലുണ്ടായിരിക്കും, പക്ഷേ അതിനെ കസ്റ്റമൈസ് ചെയ്യുന്നിടത്ത് ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട്. എങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടാബുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലെ ഒന്നാമത്തൊരു ഫീച്ചറായി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന ഒരു കസ്റ്റമർ, ആ കസ്റ്റമറുടെ ഓരോ പൊസിഷനുകളനുസരിച്ചും ആ കസ്റ്റമറെ വ്യത്യസ്ത ടാബുകളിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അവർക്ക് ആ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് പേഴ്സണൽ മെസ്സേജുകളായിട്ടും ഗ്രൂപ്പ് മെസ്സേജുകളായിട്ടും ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. രണ്ടാമത് ഇവിടെ ബ്രോഡ്കാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലേക്ക്, അതുപോലെ തന്നെ പേഴ്സണലായിട്ട് ബിസിനസ് വാട്സപ്പ് ആണെങ്കിൽ ലാബിലേക്ക്, അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ടാബുകളിലേക്കൊക്കെ മെസ്സേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ബൾക്ക് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കസ്റ്റമറെ വ്യത്യസ്ത ടാബുകളിലേക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതോടൊപ്പം ടെംപ്ലേറ്റ്സുകൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓരോ സമയങ്ങളിൽ നമുക്ക് ഏത് മെസ്സേജുകൾ കൊടുക്കണം അത് നേരത്തെ നമുക്ക് ഫിക്സ് ചെയ്ത് ആ മെസ്സേജിലേക്ക് ആവശ്യമായ വീഡിയോ, ഇമേജ് എന്താണോ നമുക്ക് ചെയ്യാനുള്ളത് അത് നേരത്തെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്തുകൊണ്ട് ടെംപ്ലേറ്റ്സ് ആയിട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ചാറ്റ് ബോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ വാട്ടിയെ പോലത്തെ ക്യാഷ് പേ ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചാറ്റ് ബോട്ടല്ല ഇത്. നോർമലി ജസ്റ്റ് നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരാൾക്ക് നമ്മളിൽ നിന്ന് എന്താണോ റീപ്ലൈ കൊടുക്കേണ്ടത് ആ റീപ്ലൈ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ് ചാറ്റ് ബോട്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ ബ്രോഡ്കാസ്റ്റിനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനും, ഷെഡ്യൂൾഡ് നമുക്ക് ചില നോട്ടിഫിക്കേഷനുകൾ നമുക്ക് വാട്സപ്പിൽ തരാൻ, അതുപോലെ തന്നെ ചില നോട്ട്സുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ, റിമൈൻഡർ ചെയ്യാനുള്ള ഓപ്ഷനുകൾ, അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ്. അതായത് നമുക്ക് ഓരോ കസ്റ്റമറെ ഒരു കസ്റ്റമർ ഫസ്റ്റിൽ നമുക്ക് ചാറ്റ് ചെയ്യുന്നു, ആ കസ്റ്റമറെ കോൾ ചെയ്തെങ്കിൽ കോൾഡ് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മാറ്റുന്നു. ആ കസ്റ്റമറെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിസിറ്റഡ്, അപ്പോൾ നമുക്ക് ആരെയാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്, ആരെയാണ് നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു ഓപ്ഷനാണത്. പിന്നീട് ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ചില ഫംഗ്ഷൻസുകൾ, ഗ്രൂപ്പിൽ നിന്ന് കോൺടാക്റ്റ് എടുക്കാനുള്ള ഓപ്ഷന്, അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൻ്റെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അടക്കമുള്ള മറ്റു അനേകം ഫീച്ചേഴ്സുകളുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഈ വാട്സപ്പിൻ്റെ CRM സോഫ്റ്റ്വെയർ. തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ്സിന് നിങ്ങൾക്ക് 100% ഉപയോഗം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. നിങ്ങൾക്കിതിൻ്റെ ട്രയൽ വേർഷൻ ഞങ്ങൾ ആദ്യം തരും. ആ ട്രയൽ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ക്യാഷ് പേ ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് ചാറ്റ് ബോട്ട് അതിൽ സെറ്റ് ചെയ്യുക, റിമൈൻഡർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് ബ്രോഡ്കാസ്റ്റ് എങ്ങനെയാണ് ചെയ്ത് വെക്കുക, ടെംപ്ലേറ്റ്സ് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നെക്സ്റ്റ് വീഡിയോകളിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.